പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന പാടാം നമുക്ക്. ആരാധന ഈശോയിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ വീശിക്കൊണ്ട് നമുക്ക് പാടാം. ഈ ലോകം മുഴുവനെയും യുദ്ധത്തിന്റെ നടുക്കളത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും സമർപ്പിച്ചുകൊണ്ട് രക്ഷാകരമായ അനുഭവത്തിന് വിധേയമാക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന എല്ലാ മനുഷ്യരെയും കുടുംബങ്ങളെയും വിശ്വാസപൂർവ്വം യേശുവാകുന്ന രക്ഷാകരമായ ആ ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആ തിരുനാമം ഭക്തിയോടെ ഉരുവിട്ട് അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. വിടുതലിൽ നൽകണമേ എന്ന് യാചിക്കാം. ദിവ്യകാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ആ തിരുമുഖം അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി ആ തിരുമുഖത്തിന്റെ ജ്വാലയാൽ നമ്മുടെ എല്ലാ ഇരുട്ടും അന്ധതയും മാറ്റണമേ എന്ന് യാചിച്ചുകൊണ്ട് നിങ്ങളുടെ രോഗങ്ങളും കടബാധ്യതയും കുടുംബ പ്രശ്നങ്ങളും മക്കളെ പറ്റിയുള്ള ആകുലതകളും യേശുവിന്റെ തിരുമുഖത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് വിശ്വാസത്തോടെ മനസ്സാക്ഷി തുറന്നുകൊണ്ട് യാചനാപൂർവം കരങ്ങൾ പിടിച്ചുകൊണ്ട് ദൈവമേ എന്റെ കുടുംബത്തെയും ജീവിതത്തെയും ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാനാങ്കാരി സ്ത്രീ വിളിച്ചു പറഞ്ഞതുപോലെ ആഗ്രഹിച്ചതുപോലെ കാണുവാൻ ശതാധിപന്റെ മാറത്തടിച്ച് വിളിച്ചു പറഞ്ഞതുപോലെ യോഹന്നാൻ മാറിൽ ചാരിക്കിടന്ന് ആ തുടിപ്പനുഭവിച്ചതുപോലെ അമ്മയും യോസേപ്പിതാവും ഉണ്ണിയെ കരങ്ങളിലെടുത്ത് അവരുടെ ജീവിതം നവീകരിച്ചതുപോലെ ഈ ദിവ്യകാരുണ്യ അനുഭവത്തിന് ജീവിതത്തിന് വിട്ടുകൊടുത്ത് വിധേയമാക്കുവാൻ ആന്തരികമായൊരു സൗഖ്യം അനുഭവിക്കുവാൻ എന്റെ രക്ഷകനായ യേശുവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പദാന്തികത്തിൽ ജീവിതത്തെ കൊടുത്ത് ഒന്ന് തൊട്ട് സുഖപ്പെടുത്തി എന്നെ അഭിഷേകം ചെയ്യണമേ എന്നും മനസ്സമാധാനം നൽകണമേ എന്നും യാചിച്ചുകൊണ്ട് ഈ വിടുതൽ ശുശ്രൂഷയിലൂടെ 5 വർഷമായി ദേവാലയത്തിൽ നടക്കുന്ന ഡെലിവറൻസ് ആരാധനയുടെ ശക്തി കൊണ്ട് ആയിരങ്ങൾക്ക് സൗഖ്യം കൊടുത്ത അത്ഭുതങ്ങളിലൂടെ ഇറങ്ങിയ തമ്പുരാൻ എന്റെയും
എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് സൗഖ്യമായി പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്പർശിക്കണമേ. ഇവരുടെയും എന്റെയും രോഗങ്ങൾ സുഖപ്പെടട്ടെ. മാനസികമായ സൗഖ്യവും വിടുതലും നൽകട്ടെ. എന്റെ ബഹുരോഗിത്യ ജീവിതത്തിന്റെ നൊമ്പരങ്ങളും ഇവരുടെ വ്യക്തി ജീവിതത്തിന്റെയും കുടുംബ ജീവിതത്തിന്റെയും പ്രതിസന്ധികളും എമ്മാവോസ് അനുഭവത്തിന് വിധേയമാക്കുവാൻ, വചനത്തിന്റെ അഗ്നി കൊണ്ട് തെളിമ കൊടുക്കുവാൻ, ജീവിത വീക്ഷണം കൊടുക്കാൻ, പുതിയ വഴികൾ വെട്ടി തുറക്കുവാൻ, ആനന്ദം അനുഭവിക്കാൻ, എന്തിനും പരിഹാരം ദിവ്യകാരുണ്യത്തിലുണ്ടെന്ന് വിശ്വാസപൂർവ്വം ഏറ്റുപറഞ്ഞുകൊണ്ട് അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ 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 ആരാധന ആരാധന ആരാധന. കർത്താവേ കരുണയോടെ അഭിഷേകത നിറയണമേ. വിട്ടുപോകട്ടെ പൈശാചികത, വിട്ടുപോകട്ടെ അസമാധാനം, വിട്ടുപോകട്ടെ മദ്യപാനവും മയക്കുമരുന്നിനും വിധേയമായവര് ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ ശക്തി ഒഴുകുന്നതിനു വേണ്ടി മക്കളെ പറ്റി, അവരുടെ വിശ്വാസ യാത്രയെ പറ്റി, അവരുടെ ധാർമ്മിക ജീവിതത്തെ പറ്റി സംശയത്തോടെ നോക്കിക്കാണുന്ന മാതാപിതാക്കൾ യേശുവിന്റെ ദിവ്യകാരുണ്യത്തിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് നിരന്തരമായി അത്ഭുതം നടക്കുന്ന ഈ ബലിപീഠത്തിലേക്ക് ജീവിതത്തെ കൊടുത്തുകൊണ്ട് കർത്താവേ കരുണ തോന്നി തൊടണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭിഷേകത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആ പരിശുദ്ധ അമ്മയോടൊപ്പം, സകല വിശുദ്ധരോടൊപ്പം, തിരുസഭയോടൊപ്പം, ഭൂതാശികളോടൊപ്പം, അഭിവന്യ പിതാക്കന്മാരോടൊപ്പം, വൈദികരോടൊപ്പം, നിത്യാരാധന നടക്കുന്ന ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം, രണ്ടാമത്തെ കന്യാസ്ത്രീയമ്മമാരുടെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ചുകൊണ്ട് കിടപ്പ് രോഗികളായി പീഡനങ്ങളിൽ ഏൽപ്പിക്കുന്ന തീരാരോഗികളുടെ വേദനയോട് ചേർത്ത് വെച്ചുകൊണ്ട് മിഷൻ രംഗങ്ങളിലും വിവിധയിടങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരോട് ചേർത്ത് വെച്ചുകൊണ്ട് യേശുവിന്റെ തിരുനാമത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്താൽ, തിരുവചനത്തിന്റെ അഗ്നിയാൽ നിങ്ങളെ എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിന്റെ സാന്നിധ്യം കൊണ്ട് എന്നെയും ഇവരെയും തൊടണമേ. ആരാധിക്കുന്ന കർത്താവെ മഹത്വപ്പെടുത്തുന്നു. മാലാഖമാരുടെ വിശുദ്ധരോട് ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന സ്തുതിസ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. ഇവിടുത്തെ ശുശ്രൂഷയിൽ നിങ്ങൾ എല്ലാവരും കരങ്ങളെ യാചനാപരം പിടിച്ചുകൊണ്ട് എന്റെ പൊന്നു തമ്പുരാനെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിച്ച്, എന്റെ പൊന്നു തമ്പുരാനെ, എന്റെ മക്കളെ, എന്റെ മകളുടെ വിവാഹം നടക്കണമേ എന്ന്, എന്റെ മകന്റെ വിവാഹം നടക്കണമേ എന്ന്, ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറണമേ എന്ന്, വിശ്വാസം ശക്തി പ്രാപിക്കണമേ എന്ന്, തൊഴിൽ മേഖലകളെ ആശീർവദിക്കണമേ എന്ന്, പഠിച്ചിട്ട് ജോലിയില്ലാതെ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവര്, ഏജൻസികളെ പൈസ കൊടുത്ത് നഷ്ടപ്പെട്ടവര്, മാനസികമായി തകർന്നവര്, നീണ്ടുപോകുന്ന എല്ലാ പ്രതിസന്ധികളും കൈക്കുമ്പിളിലാക്കി കരങ്ങളുയർത്തി ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമേ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിലൂടെ അത്ഭുതം നടക്കുന്ന ഈ വിടുതൽ ശുശ്രൂഷയിലൂടെ ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ കരുണ തോന്നി എന്നെ തൊടണമേ. എന്റെ ചങ്കിലെ വേദനകൾ, എന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ, മനസ്സിന്റെ ദുഃഖങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാളെ ഈ ദേവാലയത്തിൽ നടക്കാനിരിക്കുന്ന 14 മണിക്കൂർ വിടുതൽ ശുശ്രൂഷയും സമാപനത്തിലെ ദിവ്യകാരുണ്യ ഭക്തിയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള നിലവിളിയും വലിയൊരു അഭിഷേകമായി എന്ന് പ്രാർത്ഥിക്കുന്നു. നൂറുകണക്കിന് മനുഷ്യർക്ക് അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വയനാട്ടിലൂടെ തൃക്കമ്പൂർ ദേവാലയം ദിവ്യകാരുണ്യ അത്ഭുതത്തിന് നിദാനമായതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആയിരക്കണക്കിന് മനുഷ്യർക്ക് സൗഖ്യം കൊടുത്തതിനെ ഓർത്ത് നിങ്ങളുടെ നിയോഗങ്ങൾ ഈ ഒരു ദേവാലയത്തിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് വലിയൊരു അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ കരുണ തോന്നി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ശക്തമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മയുടെ സഹായം തേടി നമുക്ക് കുരിക്കഴിക്കുന്ന മാതാവിന്റെ പ്രാർത്ഥന ചൊല്ലി ഈ വിടുതൽ ശുശ്രൂഷ കൂടുതൽ അഭിഷേകം നിറയണമേ എന്ന്, ആകാശം തുറക്കണമേ എന്ന് അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. കന്യകാമറിയമേ, അപേക്ഷകളുമായി വരുന്ന മക്കളെ ഉപേക്ഷിക്കാത്ത മാതാവേ, സ്നേഹം നിറഞ്ഞ അമ്മേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള എന്റെ അമ്മേ, എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. ഞാൻ എത്ര നിസ്സഹായനാണെന്ന് നീ അറിയുന്നു. എന്റെ വേദന നീ ഗ്രഹിക്കുന്നു. ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നു നീ കാണുന്നു. തന്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായി മറിയമേ, എന്റെ ജീവിതത്തിന്റെ നാട ഞാൻ നിന്നെ ഫലമേൽപ്പിക്കുന്നു. നീയാകുന്നു എന്റെ ശരണം. തിന്മയുടെ ശക്തികൾക്ക് നിന്നിൽ നിന്ന് തട്ടിയെടുക്കാനാവില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു. നിന്റെ കൈ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള അതിശക്തിയാലും ഈ കുരുക്ക് നീ കൈകളിലെടുക്കണമേ. നിശബ്ദ
ശക്തമായി നിങ്ങളുടെ നിയോഗങ്ങളും പ്രതിസന്ധികളും കുരുക്കുകളും ബന്ധനങ്ങളും തടസ്സങ്ങളും ഡെലിവറൻസ് ലഭിക്കുന്നതിനു വേണ്ടി അമ്മയുടെ കരങ്ങളിലൂടെ കുരുക്കഴിക്കുന്ന മാതാവിന്റെ ഭക്തിയാൽ ദിവ്യകാരുണ്യത്തിന്റെ ശക്തമായ സാന്നിധ്യത്തിന്റെ വെളിപാട് വിളിച്ചോതുന്ന ഈ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കുക. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. നീയാകുന്ന എന്റെ ശരണം, എനിക്ക് തരുന്ന ഏക ആശ്വാസവും എന്റെ ബലഹീനതയുടെ ശക്തീകരണവും എന്റെ ദാരിദ്ര്യത്തിന്റെ നിർമ്മാർജ്ജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്ന് മോചനവുമായ മാതാവേ, ഈ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയ്ക്ക് അമ്മ ഉത്തരം തരണമേ. എന്നോട് പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ലോക രാജ്യങ്ങളിൽ നിന്നൊക്കെ പ്രാർത്ഥന തരുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഈ ശുശ്രൂഷ ലോകം മുഴുവനിലേക്കും ഒഴുകിയെത്തുവാനിടയാകണമേ. ഈ ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും വൈവിധ്യമാർന്ന ഓരോ ആഴ്ചയിലും നടക്കുന്ന 5 വൈവിധ്യ ദിവ്യകാരുണ്യ ശുശ്രൂഷകളിൽ ആയിരക്കണക്കിന് മനുഷ്യർക്ക് സൗഖ്യം കൊടുക്കുന്ന ഈ വിടുതൽ ശുശ്രൂഷയിൽ ഇവിടെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് വീക്ഷിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരിലേക്കും ദിവ്യകാരുണ്യത്തിന്റെ ശക്തി അമ്മ വഴി ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നി പൊതിയണമേ. കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് ഗാനമാലപിക്കാം. വിടുതലിന്റെ ശുശ്രൂഷ അധിഷ്ഠിതമായ ഗാനം അഭിഷേകത്തോടെ ആലപിക്കാൻ നമുക്ക്. ഈശോയെ തൊടണമേ. എല്ലാവരും കരങ്ങളടിക്കുക. അഭിഷേകത്തോടെ യേശു കുടുംബത്തിലേക്ക് ഇറങ്ങി വരാൻ തടസ്സങ്ങളും ബന്ധനങ്ങളും വളർച്ചയുടെ വിഘ്നവുമുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കർത്താവ് കടന്നു വരുന്നതിനു വേണ്ടി പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നതുപോലെ, സാന്നിധ്യത്തിന്റെ കരുണ കൊണ്ട് പൊതിഞ്ഞതുപോലെ, സക്കേവൂസിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നതുപോലെ, മുത്തായിയുടെ ചുങ്കസ്ഥലത്തെ ആ മേശപ്പുറത്തേക്ക് കർത്താവിന്റെ വചനം വിതറിയതുപോലെ, പത്രോസിന്റെ കരച്ചിലിലൂടെ ദൈവം ആ ജീവിതത്തെ മാറ്റിയെടുത്തതുപോലെ, തോമാശ്ലീഹായുടെ സംശയത്തിന്റെ ആ നിഴലിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചതുപോലെ കർത്താവ് ഇറങ്ങി വരട്ടെ. ആട്ടിടയന്മാർക്ക് പ്രകാശമായി കടന്നു ചെന്നതുപോലെ എന്റെ കർത്താവ് പൂജ്യരാജാക്കന്മാരുടെ ആ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് അവരുടെ രാജ്യത്വം കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുവാനായിട്ട് ഇടയാക്കിയതുപോലെ നീ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്താൽ നിറയണമേ. എന്റെ പൗരോഹിത്യത്തിലേക്ക്, എന്റെ വചന ശുശ്രൂഷകളിലേക്ക്, ഈ വിടുതൽ ശുശ്രൂഷയിലേക്ക് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും, സഹായിക്കുന്ന എല്ലാവരിലേക്കും, അജിത്തിന്റെയും അരുണിന്റെയും കുടുംബജീവിതത്തിലേക്ക്, വോയിസ് ഓഫ് ആദം എന്ന മിനിസ്ട്രിയിലേക്ക്, അവരുടെ എല്ലാ ശുശ്രൂഷകളിലേക്കും, ഓൺലൈൻ പ്രോഗ്രാമിലേക്ക്, ഗാനാലാപത്തിലേക്ക് നിന്റെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകത്താൽ നിറയണമേ. സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ കരങ്ങളടിച്ചുകൊണ്ട് എല്ലാവരും ആലപിച്ചേ. രാജാവാ കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. ഈശോയെ, നിന്റെ കരുണ കൊണ്ട് പൊതിയണമേ, നിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗം തുറന്നാലും രോഗികളെ സുഖപ്പെടുത്തണമേ. നിന്റെ സൗഖ്യത്തിന്റെ തൈലം വചനം കൊണ്ട് പൊതിയണമേ. ദാമ്പത്തിക ജീവിതത്തിൽ അകന്നു കഴിയുന്നവർ,
ഐക്യത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഈ ആരാധന കൃപയായി കാരണമായി തീരുവാൻ അവരുടെ ജീവിതത്തിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, പ്രശ്നത്തിലേക്ക്, സംശയത്തിലേക്ക്, ദുശീലങ്ങളിലേക്ക് നിന്റെ കൃപയൊഴുകണമേ. വഴിമാറി ചവിട്ടാതെ സത്യസന്ധമായ രീതിയിൽ ദൈവകൽപ്പനകൾ ലംഘിക്കാതെ ജീവിക്കുവാനുള്ള കൃപ തരണമേ. യേശുവേ, നിന്റെ കൃപ കൊണ്ട് തരണമേ. സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം കരങ്ങളടിക്കാൻ നമുക്ക്. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ആ യേശുവിന്റെ ശക്തിയോടെ വന്നു വാഴണമേ, യേശുവേ, നിന്റെ കൃപയൊഴുകട്ടെ. യുദ്ധം അവസാനിക്കട്ടെ. എന്റെ സഹായതയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും, കിടപ്പ് രോഗികളെയും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലോട് അനുഗ്രഹിക്കട്ടെ. യേശുവേ, നിന്റെ കൃപയൊഴുകണമേ. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം കൊണ്ട് നിറയ്ക്കട്ടെ. അത്യുന്നതിന്റെ ശക്തിയൊഴുകട്ടെ. ഈശോയെ കരുണ തോന്നണമേ. ദൈവമേ, നിന്റെ കൃപയൊഴുകട്ടെ. ഹൃദയം തുറന്ന് അഭിഷേകത്തോടെ പാടിയ സുന്ദരമായ ഈ ഒരു ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിലിരുന്ന് ജീവിതത്തെ ഒന്ന് വീക്ഷിക്കുവാൻ, നവീകരിച്ചെടുക്കുവാൻ, തിരുത്തലിന് വിധേയമാകുവാൻ, തിരിച്ചു വരുവാൻ, കൃപയുടെ വസന്തമായി ജീവിക്കുവാൻ ദിവ്യകാരുണ്യത്തിൽ നിന്നും അസാധ്യമായിട്ടൊന്നുമില്ല. എന്റെ ജീവിതത്തിന്റെ എല്ലാ കുറവുകളും നികത്തുവാൻ കഴിയുന്ന തമ്പുരാനാണ് ഈ ദിവ്യകാരുണ്യത്തിലായിരിക്കുന്നത്. നിങ്ങളെ പൂർണ്ണമായി നിരാശയില്ലാതെ, ഉത്കണ്ഠയില്ലാതെ, ആകുലതയില്ലാതെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല. ജീവിതത്തെ തൊടണമേ, ജീവിതത്തെ സ്പർശിക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ എല്ലാം സമർപ്പിച്ച് കരങ്ങളിൽ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ഈ നിമിഷം രോഗികൾ സുഖപ്പെടട്ടെ. തീരാ രോഗങ്ങളാൽ വലയുന്നവര് ദിവ്യകാരുണ്യത്തിന്റെ ശക്തി കൊണ്ട്, ഇവിടുത്തെ പ്രകാശം കൊണ്ട്, ഇവിടുന്ന് ഒഴുകുന്ന ആ നീലുറവയുടെ ശക്തിയാൽ കഴുകി വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ വിടുതൽ നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ ഹൃദയങ്ങളെയും കുടുംബത്തെ തകർക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും കർത്താവെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണ തോന്നണമേ. ഈശോയെ നന്ദി, യേശുവേ ആരാധന. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഈ നിമിഷം ദിവ്യകാരുണ്യത്തിൽ തെളിയുന്ന തിരുമുഖത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തേക്ക് സാധ്യമായിട്ടൊന്നുമില്ല. ദിവ്യകാരുണ്യത്തിലൂടെ ലഭിക്കാത്തതായി ഈ ലോകത്തില് മനുഷ്യ ജന്മത്തിലൊന്നുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട്, കാരണം ത്രിയേക ദൈവത്തിന്റെ സാക്ഷി കൂടാരമാണ് ദിവ്യകാരുണ്യം. യേശുവിന്റെ രക്ഷാകരമായ കൗദാശികമായ സാന്നിധ്യമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിലെ തിരുവചനത്തിന്റെ വിചിന്തനത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. അന്ധനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? ഈശോ മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതാണ്. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ നീറുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് കാരണമെന്താണ്? എനിക്ക് ഈ രോഗമുണ്ടായതിൻ്റെ കാരണമെന്താണ്? ഒത്തിരി അധ്വാനിച്ചിട്ടും
സഫലമാകാത്തതിൻ്റെ കാരണം എന്താണ്? അകാല മരണത്തിൻ്റെ കാരണം എന്താണ്? തീരാരോഗത്തിൻ്റെ കാരണം എന്താണ്? അറിയില്ലെന്ന് മാത്രം പറയരുത്. ദിവ്യകാരുണ്യത്തെ നോക്കിക്കൊണ്ട് ഇതിനുത്തരം നാം കണ്ടെത്തണം. കർത്താവിൻ്റെ കരങ്ങളില് എല്ലാത്തിനും ഉത്തരമുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തില് ഓരോ നിമിഷവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും പാപത്തിനും ഞാൻ അനുഭവിക്കുന്നതിനും എല്ലാത്തിൻ്റെയും പിന്നിൽ അവിടുത്തെ കരമുണ്ട്. പാപമൊഴികെ ചില ചിന്തകര് പറയുന്നു, പാപം പോലും പശ്ചാത്തപിക്കുകയാണെങ്കിൽ ദൈവകൃപയുടെ നിധാനമായി തീരും. അതാണല്ലോ വിശുദ്ധരുടെ ജീവിതവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ തന്നെ ജീവിതത്തിന്റെ ദുരിതങ്ങൾക്കൊരു ഉത്തരം തരികയാണ്. ദൈവത്തിന്റെ മഹത്വം, ദൈവകൃപയുടെ ഇടപെടൽ നടക്കാൻ, ദൈവം സംസാരിക്കാൻ, വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ, കൃപയൊഴുക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വഴികളാണ് എൻ്റെ ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവമെന്ന് ഞാൻ തിരിച്ചറിയുന്ന നിമിഷം മുതൽ ആ ദൈവകരങ്ങളിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് നന്ദിയോടെ ആയിരിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ വലിപ്പത്തിലല്ല, നമ്മുടെ ജീവിതത്തിന്റെ സമ്പത്തിലല്ല, അവിടുത്തെ കൃപയാണ് എനിക്ക് വലുത്. ആ കരുണയാണ് എൻ്റെ ജീവിതത്തിന്റെ സർവസ്വവും. ചില നിമിഷങ്ങളിൽ സമ്പത്ത് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ആൾബലം കൊണ്ട് നിസ്സഹായമാകുന്ന അവസ്ഥ. പക്ഷെ തമ്പുരാന്റെ ഒരു നിമിഷം മതി നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്താൻ. നമുക്കതുകൊണ്ട് ഈ ഈരടി പാടാം. ബലമല്ല, നിന്റെ കൃപയാണ്. സമ്പത്തല്ല, നിന്റെ സാന്നിധ്യമാണ്. എന്റെ ഡിഗ്രിയല്ല, ശമ്പളമല്ല, നിന്റെ കരമാണ് വലുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലെ ഇപ്പോൾ ഞാൻ നേരിടുന്നത് മുഴുവനും ആ കരത്തിൻ്റെ സാന്നിധ്യവും ആ മനസ്സിൻ്റെ കൃപയുമുണ്ട്. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അവിടുന്ന് പ്രവർത്തിക്കാനുള്ള ഒരു കാരണമായി ഇതിനെ ഞാൻ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതത്തിൻ്റെ പാത്രമായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം, പാടാം. അനുഗ്രഹത്തിന് വേണ്ടി, ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ നിമിഷം വരെ എത്തുവാനുള്ള കാരണം അവിടുന്ന് മാത്രമാണ്. ഇനി എന്റെ ശിഷ്ടകാലം ആ കരുണയ്ക്ക് വേണ്ടി, ആ കൃപയുടെ തണല് ആയിരിക്കാം. പാടിക്ക് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് അഭിഷേകം കൊണ്ട് പാടുകയും ഈശോയുടെ പീഡാസകനം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുരിശുരൂപത്തെ നോക്കി അവിടുത്തെ കരുണയും ദൈവം മാത്രമാണ് എൻ്റെ ജീവിതം. വിരിച്ച കരങ്ങളോടെ പാടുകയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ കൃപയുടെ തണലിൽ യേശുവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് ആരാധിക്കാം. ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരെ മുഴുവനും പാടുകയും മനസ്സിനെ നിറയ്ക്കാൻ, ശൂന്യത മാറ്റാൻ, എന്റെ അനുജന്റെ മരണത്തിൽ വേദനിക്കുന്ന ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. നിനക്കൊരിക്കലും തെറ്റുപറ്റില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പറയാൻ
നീ മാത്രമെൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ നീ മാത്രമെൻ ദൈവമേ. നമുക്കെല്ലാവർക്കും മുട്ടുമേലായിരിക്കാം. ആ ദിവ്യകാരുണ്യത്തിന്റെ ജ്വലനത്തിലേക്ക്, ഹൊറേബ് മലയിൽ കത്തിജ്വലിച്ച മുൾപ്പടർപ്പിന്റെ ഒരു പ്രതീകാത്മകമായ വെളിപാടിന്റെ ജ്വലനം ഈ ബലിപീഠത്തിൽ സാന്നിധ്യത്തിൽ ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. ഞാൻ ആകുന്നവനാകുന്നുവെന്ന് മോശയോട് പറഞ്ഞ കർത്താവ് രക്ഷാകരമായ യേശുനാഥന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരു നിമിഷം നിശബ്ദമായി നിങ്ങളുടെ നിയോഗങ്ങൾ മുഴുവനും ആശീർവാദത്തോടുകൂടെ സമർപ്പിച്ചുകൊണ്ടായിരിക്കാം. ഈശോയെ, നിന്റെ മുമ്പിൽ ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിലായിരിക്കുന്നവരെ തൊടണമേ. അവരുടെ ജീവിത വഴികളിൽ നീ ഇറങ്ങണമേ. രക്ഷാകരമായ അനുഭവം ആസ്വദിക്കട്ടെ. അവിടുത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ എൻ്റെ ഈശോയെ. ഇവരുടെ എല്ലാ അവസ്ഥകളിലേക്കും കൃപയൊഴുകണമേ. അഹങ്കാരവും ഗർവവും വാശിയും സങ്കടവും ഭയവും ഈഗോയും എല്ലാ തിന്മയുടെ ശക്തികളും എന്നിലും ഇവരിൽ നിന്നും കഴുകി വിശുദ്ധീകരിക്കട്ടെ. കർത്താവേ, മനുഷ്യത്വത്തോടെ ജീവിക്കുവാനുള്ള കൃപ തരണമേ. നിന്റെ തിരുമുമ്പിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച ആശീർവാദത്തിനൊരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ ആരാധന 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 ആരാധന. ഭക്തമർത്താവേ യേശുവേ, സൗഖ്യം 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 വിടുതൽ നൽകണമേ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് വലിയ സൗഖ്യവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കട്ടെ. വലിയൊരു അഭിഷേകം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി കൊണ്ട് നിറയട്ടെ. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,